ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലൻ ബീഫ് ഫ്രൈയുമായിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പ്, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ബീഫ് മസാല 1 ടീസ്പൂൺ, എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി, ഇഞ്ചി 2 ടേബിൾ സ്പൂണ്, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണ്, 1 തക്കാളി, 1 സവാള, എല്ലാം കൂടി കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് കുക്കറിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1 ഗ്ലാസ് വെള്ളം, എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചു. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്പെഷ്യൽ മസാല കൂട്ട് തയ്യാറാക്കാം. ചെറിയ ഉള്ളി 6 എണ്ണം, ചില്ലി ഫ്ലിക്സ്, 1 ചെറുനാരങ്ങ, എല്ലാം കൂടി നന്നായി ക്രഷ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ കുക്കർ 6 വിസിലടിച്ചു. ഇനി നമ്മൾക്ക് ഇത് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് നല്ലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് സ്പെഷ്യൽ മസാല കൂട്ട് നമുക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ടത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാം. അതും കൂട്ടി നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി നന്നായി സെറ്റായി വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് ചോറിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നല്ല സ്മെല്ലും ഒക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.